പരിശുദ്ധ അമ്മേ, കനിവിൻ്റെ കടലേ, കരുണാസാഗരമേ, ഇരുള് നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി അങ്ങ് കടന്നു വരണമേ. ആരോടും പങ്കുവയ്ക്കാനാവാത്ത എൻ്റെ സങ്കടങ്ങളും ആർക്കും പരിഹരിക്കാനാവാത്ത എൻ്റെ പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഞാൻ നൽകുന്നു. നെഞ്ചുപൊട്ടി വിളിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന അമ്മേ, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ എനിക്ക് താങ്ങാനാവുന്നില്ല അമ്മേ. എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തിയായി, എൻ്റെ സങ്കടങ്ങളിൽ ആശ്വാസമായി, എൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമ്മ കടന്നു വരണമേ. ദൈവപുത്രൻ്റെ അമ്മേ, അങ്ങ് എൻ്റെയും അമ്മയാണല്ലോ. അമ്മയുടെ പക്കൽ മക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തോടെ അങ്ങേ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ സങ്കടങ്ങളെല്ലാം അമ്മ കാണുന്നുണ്ടെന്നും അവ ഈശോയുടെ പക്കൽ ഉണർത്തിച്ച് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന എന്നെ കൈവെടിയല്ലേ. എൻ്റെ നല്ല അമ്മേ, എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.